നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ. ഇന്നത്തെ ഗോസ്പല് ഒരു പ്രയറാണ്. യേശു തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന വലിയൊരു പ്രാർത്ഥന. പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഇക്കാര്യങ്ങൾ നീ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ചില ചോദ്യങ്ങൾ ഈ പ്രയറിൽ തന്നെ ചോദിക്കാനുണ്ട്. ഒന്ന്, ഏത് കാര്യങ്ങളാണ് മറച്ചു വെച്ചത്? രണ്ട്, എന്തിനു മറച്ചു വെച്ചു? ഇങ്ങനെ ഈ രണ്ട് ചോദ്യത്തിനും നമ്മൾ ആദ്യം ഉത്തരം കണ്ടെത്തണം. ഏത് കാര്യങ്ങളാണ് മറച്ചു വെച്ചതെന്ന് തുടർന്നുള്ള സുവിശേഷഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാകും. അതിങ്ങനെയാണ്: പിതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഈ പിതാവിനെക്കുറിച്ചുള്ള ചില രഹസ്യമായ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ്. ആ മറച്ചു വെച്ചിരുന്ന് വെളിപ്പെടുത്തിയത് ശിശുക്കൾക്കാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്തിനു മറച്ചു വെച്ചു? അതിൻ്റെ ഉത്തരവും സുവിശേഷത്തിൽ തന്നെയുണ്ട്. അതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. ആ ഇഷ്ടത്തിനൊത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയതാണ്. പിതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശിശുക്കൾക്ക് മാത്രം വെളിപ്പെട്ടാൽ മതിയെന്ന് പിതാവ് ആഗ്രഹിച്ചു. അതാണ് ഈ രണ്ട് ചോദ്യത്തിൻ്റെയും കൃത്യമായ ഉത്തരം. ഇനി അടുത്തൊരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇനി നമുക്കും മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരവാണ് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാർക്കും പിതാവിനെ അറിയാൻ കഴിയില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പുത്രനെയാണ്. പുത്രനിലൂടെ മാത്രമേ പിതാവിനിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതാണ് നമ്മളിതിൽ തിരിച്ചറിയേണ്ടത്. ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരം ഇനി കണ്ടെത്തണം. എങ്ങനെ പുത്രനെ മനസ്സിലാക്കാൻ പറ്റും? പ്രിയമുള്ളവരെ, മനസ്സിൽ ആക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മളിലേക്ക് ഏറ്റവും വലിയൊരു പരാതി ബന്ധങ്ങളിലും സ്നേഹത്തിനൊക്കെ ഇടയിൽ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കുറച്ചും കൂടി ഡിവൈഡ് ചെയ്ത് നോക്കിയേ. മനസ്സിൽ ആക്കുന്നില്ല. ഈ മുമ്പിലിരിക്കുന്ന ആളെ മനസ്സിൽ ആക്കിയാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ മനസ്സിൽ ആക്കാത്തത് കൊണ്ട് ആളെ കുറച്ചും കൂടി നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അയാൾ നമ്മുടെ ഉള്ളിലില്ല. അതുകൊണ്ട് അയാൾ എന്താണെന്നും ഏതാണെന്നും ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതാണ് പുത്രൻ്റെ കാര്യത്തിൽ സംഭവിക്കേണ്ടത്. ചോദ്യം ഇതാണ്: പുത്രൻ നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മുടെ മനസ്സിനകത്ത് പുത്രനൊരു സ്ഥാനമുണ്ടോ? ഇങ്ങനെ ഈശോയ്ക്കൊരു സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിതാവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഈ പിതാവും പുത്രനും ഒക്കെ നമുക്ക് അപരിചിതരാണ്. എല്ലാവരും വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ കുറേ മനുഷ്യരുടെ മുഖം നമ്മുടെ കണ്ണിൽ കൂടെ കടന്നു പോകുന്നില്ലേ? അതുപോലെ ആയിപ്പോവും നമ്മളും നമ്മുടെ വിശ്വാസവും ആ വിശ്വാസത്തിലെ ദൈവവും. പക്ഷെ അങ്ങനെ അല്ലാതെ ആ അപരിചിതരാകുന്ന ദൈവം സുപരിചിതരാകണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ഈശോയെ മനസ്സിലാക്കണം, മനസ്സിൽ കൊണ്ടുവരണം. ഓർമ്മയിൽ മാത്രമല്ല, മറവിയിൽ പോലും ഈശോയുടെ മുഖമുണ്ടാകണം. അങ്ങനെ ഈശോയുടെ മുഖം ഉള്ളിൽ സൂക്ഷിക്കുന്ന മനുഷ്യർക്ക് പിതാവിൻ്റെ വഴികൾ വളരെ പെട്ടെന്ന് തെളിഞ്ഞു കിട്ടും. പ്രിയമുള്ളവരെ, കാര്യങ്ങൾക്ക് നല്ലൊരു പിടുത്തം കിട്ടിക്കാണുമെന്ന് തോന്നുന്നു. ഇപ്പോഴും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മളൊക്കെ അപരിചിതരാകുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും അപരിചിതരായ മനുഷ്യർക്ക് ദൈവം എങ്ങനെ സുപരിചിതനാകാനാണ്? കുറച്ചും കൂടി ഒരു ആത്മബന്ധം ഉണ്ടാകണമെങ്കിൽ ഈശോയെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി.
ഏറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയായി തീരാൻ എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാൻ. ബുദ്ധിതനായതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നെന്നും വാഴാൻ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെപ്പോലെ പിടഞ്ഞവനേ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി.